ബിജു പങ്കജും പ്രദീപ് ജോസഫും അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങൾ നമുക്ക് തരും. പ്രദീപിലേക്ക് പോവുകയാണ്. പ്രദീപ്, ഇപ്പോഴും അവിടെയുള്ള ആക്രി സാധനങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് അവിടെയുള്ള ഒരു ഉദ്യമം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തുകയാണ് അല്ലേ? ഗോഡൌൺ ഏതാണ്ട് പൂർണ്ണമായും തന്നെ ഇളക്കി മറിച്ചുള്ള ഒരു പരിശോധന, അല്ലെങ്കിൽ ഇളക്കി മറിച്ച് തീപിടുത്തം ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുന്നതിനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മഴ പെയ്യുന്നുണ്ട്, അത് ഈ ഒരു ദൗത്യത്തെ അല്പം ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. എങ്കിൽ തന്നെ തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യമെന്ന് പറയുന്നത്. മുമ്പൊക്കെ പറഞ്ഞതുപോലെ തീ പിടിക്കുന്ന വിവിധ തരത്തിലുള്ള വസ്തുക്കൾ, വലിയ ജ്വലനശേഷിയുള്ള വസ്തുക്കൾ, ഗ്യാസ് സിലിണ്ടറുകൾ, പത്രക്കടലാസുകൾ, പ്ലാസ്റ്റിക്, കേബിളുകൾ, അങ്ങനെ എല്ലാ തരത്തിൽപ്പെട്ട ഒരു ആക്രി ഗോഡൌണിൽ എന്തെല്ലാം വസ്തുക്കൾ കാണുമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതും ഇത് എന്ന് പറയുന്നത് ഒരു 20 സെൻറ്റോളം സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വളരെ വലിയൊരു ഗോഡൌണാണ്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള വസ്തുക്കളും, അതും കുറേ കാലങ്ങളായി, നാളുകളായി കൂട്ടിയിട്ടിരിക്കുന്നത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഫയർഫോഴ്സിന് അതിന് ഉള്ളിലേക്ക് എത്താൻ വളരെ ശ്രമകരമായ ദൗത്യം തന്നെ വേണ്ടി വന്നത്. മാത്രവുമല്ല, ആദ്യഘട്ടത്തിൽ ഏതാണ്ട് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചു എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഒരുപക്ഷെ കാലിയായ ആക്രി സിലിണ്ടറുകൾ വിൽപ്പനയ്ക്ക് വെച്ചിരുന്നതാവാം എന്ന് കരുതുന്നു. എന്തായിരുന്നാലും അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു പൊട്ടിത്തെറിക്കുള്ള സാധ്യതയുണ്ടോ, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ആശങ്കയുള്ളൊരു സാഹചര്യമായിരുന്നു. എന്തായിരുന്നാലും ജീവൻ പണയം വെച്ചുകൊണ്ട് തന്നെ എന്ന് പറയുന്നതിലുള്ള രക്ഷാപ്രവർത്തനമാണ് നടന്നത്, അല്ലെങ്കിൽ തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടന്നത്. നഗരം രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുന്ന ഈ ഒരു വേളയിൽ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് നൽകാനുള്ളത്. വലിയ തീപിടുത്തമാണ് ഉണ്ടായത് എങ്കിലും ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ അക്ഷീണ പ്രയത്നം കൊണ്ട് തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിരിക്കുന്നു. ഇനി തീപിടുത്തം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി മൊത്തത്തിലുള്ള ഈ ആക്രി വസ്തുക്കൾ ഇളക്കിമറിച്ച് വെള്ളം തളിക്കുകയും ഫോം തളിക്കുകയും ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ആക്രി ഗോഡൌണിൽ കിടന്നുറങ്ങിയിരുന്ന ഏതാണ്ട് 9ഓളം വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ പുറത്തെത്തിക്കാനായി എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്. തീ പടരുന്നത് തൊട്ട് അടുത്ത് തന്നെ താമസിച്ചിരുന്ന വീട്ടുകാരും ഒപ്പം ഈ സൗത്ത് മേൽപ്പാലത്തിന് മുകളിൽ കേബിൾ പണിയെടുത്തിരുന്ന തമിഴ്നാട് സ്വദേശികളുമാണ് കണ്ടത്. ഇവർ മറ്റ് നാട്ടുകാരെ അറിയിച്ചു, പോലീസിനെ അറിയിച്ചു. ഇതിൽ ഹൈവേ പട്രോളിംഗ് പോലീസ് ആ സമയത്ത് ഉണ്ടായിരുന്നു. CRV വാഹനങ്ങൾ CRV വാഹനങ്ങൾ അറിയിച്ചു, അവർ ഫയർഫോഴ്സിൽ അറിയിച്ചു. ഏതാണ്ട് 250 1/4 കിലോമീറ്റർ മാത്രം മാറിയാണ് ഈ കടവന്ത്ര ഫയർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഫയർഫോഴ്സിന് എത്താനായി. കൂടാതെ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള തൃപ്പൂണിത്തുറ, ആലുവ തുടങ്ങി വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി. മറ്റ് പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ അത്യാധുനിക ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി. അതായത് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ, അതുപോലെ തന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ, ഭാരത് പെട്രോളിയത്തിൻ്റെ, അങ്ങനെ അത്യാധുനിക ഫയർ എഞ്ചിനുകളെത്തി. വളരെ പെട്ടെന്ന് തന്നെ ഊർജ്ജസ്വലമായ പ്രവർത്തനം കൊണ്ട് ഏതാണ്ട് 3 മണിക്കൂർ കൊണ്ട് തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചു. ഇടയ്ക്ക് വീണ്ടും ഒന്നുകൂടി തീ പിടിച്ചു എങ്കിൽ തന്നെ ആ തീയും വളരെ പെട്ടെന്ന് അതുകൊണ്ടൊരു 5 മിനിറ്റ് സമയമെടുത്ത് നിയന്ത്രണ വിധേയമായി. ഫയർഫോഴ്സ് ഇപ്പോഴും ഏതാണ്ട് അവസാനപ്പെട്ട പരിശോധനയിലാണ് എന്ന് പറയാം. മുൻപ് പറഞ്ഞതുപോലെ ഈ ഗോഡൌണിൽ കിടക്കുന്ന വസ്തുക്കളൊക്കെ ഇളക്കി മറിച്ച് ഇനി ഒരു തീപിടുത്തം ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങളിൽ. അതേസമയം ഏറ്റവും ശ്രമകരമായൊരു ദൗത്യമെന്ന് പറയുന്നത് ഇത് തകര ഷീറ്റ് കൊണ്ട് മറച്ച് ഉണ്ടാക്കിയിരുന്ന ഒരു ഗോഡൗണാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് വെള്ളം ചീറ്റിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമായിരുന്നില്ല.